ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയകാല രുചിയാണേ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഒരുപാട് പരിപാടികളൊന്നുമില്ല, അത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾ ഈ പലഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കതിനായിട്ട് ആദ്യം കുറച്ച് അരിപ്പൊടി വേണം. ഒരു 2 കപ്പ് അരിപ്പൊടി വേണം. നമ്മുടെ സാധാരണ പത്തിരിപ്പൊടി, ഇടിയപ്പം പൊടി കിട്ടുമല്ലോ, അതാണേ, പുട്ടുപൊടിയല്ല വേണ്ടത്. പക്ഷേ നമ്മൾ വീട്ടിൽ വറുത്തെടുത്ത പൊടിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എങ്കിലാണ് നമുക്ക് ആ ഒരു പണ്ടെന്നൊക്കെയോ കഴിച്ചാൽ നല്ല ഓർമ്മകൾ ഇങ്ങനെ കിട്ടുക. വീട്ടിലിപ്പോൾ അരി അങ്ങനെ പൊടിക്കാറുമില്ല, വറുക്കാറുമില്ല, അതുകൊണ്ട് പാക്കറ്റ് പൊടി വാങ്ങുന്നു. ഞാനും ഇപ്പോൾ ഉപയോഗിക്കുന്നത് പാക്കറ്റിൽ വാങ്ങിയ പൊടി തന്നെ. 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഉപ്പും മാവും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് കിട്ടട്ടെ. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഇനിയാണിതിൽ ഏറ്റവും കുറച്ച് ജോലി എന്ന് തോന്നിക്കുന്നൊരു സംഭവം ഇതാണ് കേട്ടോ. കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുക്കണം. ഇതിപ്പോൾ ഒരു 20-25 ചെറിയ ഉള്ളിയോളം ഉണ്ട്. ഇതെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി നമുക്ക് കുനുകുന അരിഞ്ഞെടുക്കണം. ചെറിയ ഉള്ളി വൃത്തിയാക്കാൻ മടിയാണ്, പിന്നെ അല്ലെങ്കിൽ നമുക്ക് സമയമില്ല. പക്ഷേ ഈ സ്നാക്ക് കഴിക്കുകയും വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു എക്സ്ക്യൂസായിട്ട് സവോള എടുക്കാവുന്നതാണ്. പക്ഷേ സവോളയും ചെറിയ ഉള്ളിയും ചേർക്കുന്നതിൽ രണ്ടും 2 ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയുടെ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉള്ളിയിൽ നിന്ന് ഇറങ്ങി വരും. അങ്ങനെയും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കത്തി കഴുകി വെക്കണം. ഉള്ളി, പിന്നെ ഈ പുളിയുള്ള ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കത്തി അപ്പോൾ തന്നെ കഴുകി വെക്കണം. എങ്കിൽ മാത്രമേ മൂർച്ച നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കത്തിയുടെ മൂർച്ച പോയി കിട്ടും. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കണം. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങ ചിരകിയതിനെയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചെറിയ ഉള്ളി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് ഞെരടിയെടുക്കുക. ഞെരടിയെടുത്ത് ആ ചെറിയ ഉള്ളി നല്ലതുപോലെ അങ്ങ് അലിയണം. അതുപോലെ നല്ലതുപോലെ നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി ആ ഉള്ളിയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു മണം വരും. എന്താണെന്നറിയോ, അതിൻ്റെ ആ ഒരു അടിപൊളിയാണേ. ഇനി നമുക്ക് അതിനെ മാറ്റി വയ്ക്കാം. മറ്റൊരു വലിയ ബൗളിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ. 2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം പോരാതെ വരും. അപ്പോൾ നമുക്ക് വീണ്ടും വെള്ളം ചേർക്കണം. പിന്നെ ഇനി അടുത്തത് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ട് 1/2 കപ്പ് ആദ്യം ഒഴിക്കുന്നു, പിന്നീട് 1/2 കപ്പ് ഒഴിക്കുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. പല പൊടികൾക്കനുസരിച്ചും ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ ആദ്യമേ നമ്മളുള്ള വെള്ളം എല്ലാം കൂടി ഒഴിച്ച് കുളമാക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ അല്ലാണ്ട് ബ്രാൻഡുകളുടെ പാക്കറ്റ് പൊടി വാങ്ങുമല്ലോ, അതിന് കുറച്ചുകൂടി വെള്ളം കുറച്ച് മതിയാകും. ഞാനിവിടെ അടുത്തൊരു മില്ലിൽ വറുത്ത് തരുന്ന മാവാണ് വാങ്ങിയത്. അപ്പോൾ അതിന് അത്യാവശ്യം വെള്ളം വേണം കേട്ടോ. ഇപ്പോൾ 3 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടിയുള്ള ഒരു ബാറ്ററും അല്ല, എന്നാൽ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററും അല്ല. നമ്മൾ ഈ വെള്ളയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, അതേ അവസ്ഥയിലുള്ളൊരു മാവായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട്. പിന്നെ അരിപ്പൊടി വറുത്തതും കൂടി ആകുമ്പോൾ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും തിക്കാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ബാറ്റർ ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. പക്ഷേ നീർദോശയുടെ ബാറ്റർ പോലെ ഒന്ന് ലൂസാക്കി എടുക്കുകയേ ചെയ്യരുത്. ഈ പലഹാരം മുഴുവനായിട്ടും കുളമായി പോവുകയെ. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3.25 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഏലക്കാപ്പൊടി ചേർക്കുന്നു. വെറുതെ ഒന്ന് ചേർത്തു എന്നേ ഉള്ളേ. ഇതിൽ ഏലക്കാപ്പൊടിയുടെ മണം അല്ല മുന്നിട്ട് നിൽക്കാനുള്ളത്, ചെറിയ ഉള്ളിയുടെ ടേസ്റ്റും മണവും ഒക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏലക്കാപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കണം കേട്ടോ, എങ്കിലാണ് ഇതിനൊരു സോഫ്റ്റ്നെസ് കിട്ടുക. എന്ന് വെച്ചിട്ട് ഇത് ഒരുപാടങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമല്ല. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കട്ട കെട്ടി കിടക്കാതിരിക്കാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉള്ളിയും തേങ്ങയും കൂടി നമ്മൾ കൈ വെച്ചിട്ട് ഞെരടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്നതിന് ഇതിലേക്ക് 2 തവണയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പണ്ടത്തെ കാലത്ത് വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും
വീട്ടിൽ തന്നെയാണ് പലഹാരങ്ങൾ ഉണ്ടാക്കാറ്. ഇപ്പോഴാണ് എല്ലാത്തിനും പുറത്തുനിന്ന് ഫുഡുകൾ വാങ്ങാറ് അല്ലേ. പണ്ട് കാലങ്ങളിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചകളൊക്കെ നടത്തുക, അല്ലെങ്കിൽ ഈ മരണപ്പെട്ടതിന് ശേഷം ചടങ്ങുകളൊക്കെ നടത്തുമല്ലോ, അപ്പോഴൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ ഉള്ളിയപ്പം. എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള വിഭവമാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ വീട്ടീമ്മ ഒരുപാട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും കഴിക്കാറുണ്ടെന്നും ഒക്കെ സ്ഥിരമായിട്ട് കഥകൾ പറയാറുണ്ട്. ഇതാ നമ്മുടെ കഥകളൊക്കെ പറഞ്ഞ് എന്തായാലും ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ ആയിരിക്കണം കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കുക എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ തവ എടുക്കുക. ഇല്ലെങ്കിൽ ചെറിയ നല്ല അടി കട്ടിയുള്ള ഓട്ടുരുളികളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണെങ്കിലും കുക്ക് ചെയ്യാൻ അടിപൊളിയാണ്. നന്നായിട്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് തേച്ച് കൊടുത്തിട്ട് പാൻ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ബാറ്റർ ഒഴിക്കുന്നതിന് മുൻപ് നന്നായിട്ട് അടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മളൊരു വട്ടയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ, ആ ഒരു തിക്നെസ് വേണം കേട്ടോ. ആ ഒരു തിക്നെസ്സിൽ ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അടച്ചു വെച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. 20 മുതൽ 25 മിനിറ്റ് വരെ ആകുമ്പോൾ കുക്കായി കിട്ടും. തുറന്ന് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക, ഒരു 5-6 സ്ഥലത്തൊന്ന് കുത്തി നോക്കുക. അതിൽ പറ്റി പിടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്കിതിനെ ആ മുകൾ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറ്റി എടുക്കാനായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അടിയിൽ പിടിക്കുമോ എന്നുള്ളൊരു പേടി കാരണം ഞാനൊരു പഴയ ഒരു തവ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ തവ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് തന്നെ ഇതിനെ ഒന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തവയിലും കൂടി കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് കമഴ്ത്തി കൊടുത്തതിന് ശേഷം ഇതിന് മുകൾ ഭാഗത്തും കുറച്ച് നെയ്യൊന്ന് ആ ഒരു ബ്രഷ് വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിതുപോലെ 2 എണ്ണം തയ്യാറാക്കി എടുക്കാനുള്ള ബാറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറ്റൊരു പാനിൽ ഒഴിച്ചിട്ട് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. അതാ ഇത്രയുമാണ് ഇതിൽ അടിയിൽ പിടിച്ചത്, അല്ലാതെ അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. അടിപൊളിയാണ്. ഒരു 20-25 മിനിറ്റ് സമയം വേണ്ടി വരും കുക്ക് ചെയ്യാൻ, അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഈ സ്നാക്ക് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇക്കാടെ അമ്മ ഉണ്ടാക്കുമായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരിക്കലും ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് കഴിച്ചപ്പോഴാണ് എനിക്കിതിന് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നിയത്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുള്ള ഒരു നൊസ്റ്റാൾജിക് വിഭവമാണ് ഉള്ളിയപ്പം. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേ കൂടി അധികം ചെറിയ ഉള്ളി ചേർക്കുക. എനിക്കിത് കഴിച്ചപ്പോൾ ഉള്ളിയുടെ അഭാവം കുറച്ചൊന്ന് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു കുറച്ചുകൂടി ഉള്ളി ആകാമായിരുന്നുവെന്ന്. ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ നിറയെ ഉള്ളി ഇട്ടിട്ട് വേണം എനിക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ.